ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിംഗ് നൗ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു വീഡിയോയിൽ പവർ സപ്ലൈ സർക്യൂട്ട്സ് മൊഡ്യൂൾ സിക്സ്തിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 മാർക്കാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു SMPS, ഇൻവെർട്ടർ, UPS, പിന്നെ സെൽസ് ആൻഡ് ബാറ്ററീസ്, ഹൈഡ്രോമീറ്റർ, റെഗുലേറ്റഡ് പവർ സപ്ലൈ, വോൾട്ടേജ് റെഗുലേഷൻ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പവർ സപ്ലൈ സർക്യൂട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്ലാസ്സിലേക്കായിട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വരുന്ന ടോപ്പിക് സെൽസ് ആൻഡ് ബാറ്ററീസ് ആണ് അല്ലെ. അപ്പോൾ സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പവർ സോഴ്സ്, ഒരു സർക്യൂട്ട് ഉണ്ടാകുന്ന ഒരു പവർ സോഴ്സ് എന്നാണ് നമ്മൾ ആ ഒരു സെല്ലിനെ അല്ലെങ്കിൽ ബാറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെൽസ് എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ തന്നെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം നമ്പർ ഓഫ് സെൽസുകൾ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാറ്ററി ഫോം ആകുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് സെൽസുകളാണ് വരുന്നത്, പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും ആണ്. പ്രൈമറി സെൽസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വൺ ടൈം യൂസ് ആണ് അല്ലെ. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നോൺ റീചാർജബിൾ സെൽസുകളാണ് ഈ പറയുന്ന പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലെ. നമുക്ക് റീചാർജ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്കൻഡറി സെൽസിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് സ്റ്റോറേജ് സെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്, നമുക്ക് അതിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുശേഷം അത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു, അഗെയിൻ നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് മെയിൻ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ടൈപ്സ് ഓഫ് പ്രൈമറി സെൽസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടായിക് സെൽ, കാർബൺ, സിങ്ക് സെൽ, ആൽക്കലൈൻ, മെർക്കുറി, സിൽവർ ഓക്സൈഡ്, ലിഥിയം, ഇതൊക്കെയാണ് വരുന്ന പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സെൽസ് വരുന്നത് ലെഡ് ആസിഡ് സെല്ലും ആൽക്കലൈൻ ഓർ നിക്കൽ അയൺ സെൽ, ഇത് രണ്ടുമാണ് നമുക്ക് വരുന്ന സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെല്ലുകളെ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് സീരീസ് ആയിട്ട്, പാരലൽ ആയിട്ട്, പിന്നെ മിക്സ്ഡ് ഗ്രൂപ്പിംഗ്, ഈ 3 ടൈപ്പിലാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, സെല്ലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ട്, നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ 1 by 1 ആയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ സെല്ലിന്റെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാണ്, മിക്സ് ചെയ്ത് നമുക്ക് എല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്തെടുക്കണം. റെസിസ്റ്റർ എങ്ങനെയാണോ അതേപോലെ തന്നെ ആഡിങ് ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നതാണ് ഒരു പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇതാണ് വരുന്നത് അല്ലെ, ഓരോ ബ്രാഞ്ച് ആയിട്ടാണ് നമുക്കിതിൽ സെപ്പറേറ്റ് ബ്രാഞ്ചുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് പാരലൽ കോമ്പിനേഷൻ. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് സീരീസും പാരലലും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും മിക്സ്ഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഗ്രൂപ്പിംഗ്സ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ യൂണിറ്റ് ഡിവൈസ് ആണ്. അതിനെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ഡിവൈസ് ആണ് സെൽ എന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കളക്ഷൻ ഓഫ് സെൽസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ സെല്ലുകളെ നമുക്ക് റിവേഴ്സ്ഡ് ആയിട്ടോ വെറ്റ്, ഡ്രൈ, അങ്ങനെ ആ ഒരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബാറ്ററി നമ്മൾ മെയിൻ ആയിട്ട് പ്രൈമറി ബാറ്ററി അതുപോലെ തന്നെ സെക്കൻഡറി ബാറ്ററി എന്നാണ്, അതായത് റീചാർജ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഇൻ സൈസും ആണ്, കോമ്പാക്ട് ഇൻ സൈസ് ആണ്. പക്ഷെ ഇവിടെ ബിഗ്ഗറും ആൻഡ് ബൾക്കി ഇൻ സൈസ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സപ്ലൈ പവർ എങ്ങനെയായിരിക്കും, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെല്ലിൽ നിന്ന് എനർജി കിട്ടുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്ത് പറ്റില്ല. എന്നാൽ ബാറ്ററിയിൽ എങ്ങനെയായിരിക്കും, നമുക്ക് ഒരു ലോങ്ങർ പീരീഡ്സ് ഓഫ് ടൈമിൽ നമുക്ക് ആ സപ്ലൈ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സിംപ്ലർ അതുപോലെ തന്നെ ലോവർ എനർജി ടാസ്കുകളിൽ മാത്രമേ നമുക്ക് സെല്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹെവിയർ ലോഡഡ് ടാസ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ടബിളും ലെസ് പവർ റിക്വയർമെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതായത് നമ്മുടെ വാച്ചുകളിൽ, ലാമ്പ്, പിന്നെ അതുപോലെ ക്ലോക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ സെല്ലുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ചെറിയ വാച്ചുകളിലെ ലാംപ്സിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ബാറ്ററി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പവർ വേണ്ടത്, ലൈക്ക് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ബാറ്ററി ഉണ്ടെന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ സിസ്റ്റം, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററീസ് ആണ്. അതായത് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസുകളാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു സെല്ലിന്റെ റെപ്രസെന്റേഷൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കളക്ഷൻ ഓഫ് സെൽസ് ആണ് നമുക്ക് പറയുന്ന ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഡെൻസിറ്റിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയോ ഒക്കെ നമുക്ക് ഒരു ലിക്വിഡിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ യൂസേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു സോളിഡ് നമ്മൾ ആ ഒരു ഫ്ലൂയിഡിൽ ലിക്വിഡ് സസ്പെൻഡ് ചെയ്തിടുമ്പോൾ അവിടെ നമുക്ക് ഒരു ബയണൻ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ് ആ ഒരു സോളിഡിലേക്ക്. അതായത് നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് വെയിറ്റ് ഡിസ്പ്ലേസ് ആവുന്നത് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ബയണൻ ഫോഴ്സ് നമ്മൾ ആ ഒരു സോളിഡിലേക്ക്
തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അല്ലെ, തിരിച്ച് ആക്ട് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ആ ഒരു ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഹൈഡ്രോമീറ്ററിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. നമുക്ക് ഈ കാണിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ സ്കെയിൽ മെഷർമെന്റുകൾ ഉണ്ടാകും. ഇത് മെഷറിംഗ് സിലിണ്ടർ ആണ്. ഈ ഒരു സിലിണ്ടർ ആണ് മെഷറിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്നത് മസ്ക് ഓർ വൈൻ ആയിരിക്കും. ഇത് ലെഡ് ഷോട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഹൈഡ്രോമീറ്റർ, ഈ ഒരു ലിക്വിഡ്, ഇപ്പൊ നമുക്ക് ഏത് ലിക്വിഡിന്റെ ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യേണ്ടത്, ആ ഒരു ലിക്വിഡ് നമ്മൾ ഈ പറയുന്ന ആ ഒരു ട്യൂബിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹൈഡ്രോമീറ്റർ അതിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ ആ ഒരു ഹൈഡ്രോമീറ്റർ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജും നോക്കുകയാണെങ്കിൽ സിമ്പിൾ യൂസ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പ്രത്യേകിച്ച് പവർ റിക്വയർമെന്റ്സ് ഒന്നും തന്നെ വരില്ല, വെർസറ്റൈൽ ആണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുന്നത് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ആണ്. ഭയങ്കരമായിട്ട് ടെമ്പറേച്ചറിന് നമുക്ക് വരുന്നുണ്ട്. ലിമിറ്റഡ് ലിക്വിഡ്സിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടാൻ, കാരണം നമ്മളൊരു ഗ്ലാസ് ആണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്, അപ്പൊ അത് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അക്യുറസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ് നമുക്ക് ഈ പറയുന്ന ഹൈഡ്രോമീറ്ററിൽ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്. അപ്പൊ നമുക്ക് ഇത്രയാണ് നമുക്ക് ആക്റ്റീവും പാസീവും തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. അപ്പൊ എന്താണ് DC റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the main purpose of the DC regulated power supply to get a constant DC supply for electrical and electronic circuit for conducting experiments. അപ്പോൾ നമുക്ക് DC regulated power supply യുടെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകൾ ഓരോ എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ ലബോറട്ടറിയിൽ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ വോൾട്ടേജ് എക്യുപ്മെന്റ്സുകളായ റേഡിയോ, TV, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ആയിട്ട് ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു DC റെഗുലേറ്റഡ് പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അതായത് റെഗുലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ വരണം. നമുക്ക് വോൾട്ടേജസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡിവൈസിനെ ബാധിക്കും. അതല്ലെങ്കിൽ എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു DC റെഗുലേറ്റഡ് പവർ സപ്ലൈ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് DC അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആയിരിക്കില്ല അല്ലെ. നമുക്ക് വരുന്ന DC സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അൺറെഗുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് DC ഫ്രം AC സപ്ലൈ ഈസ് ടു യൂസ് ട്രാൻസ്ഫോമർ ആണ് അല്ലെ. ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AC സപ്ലൈനെ DC ആയിട്ട് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് യൂസ് ഓഫ് റെക്ടിഫയർ. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഈ ഒരു AC സപ്ലൈനെ നമ്മൾ either സ്റ്റെപ്പിംഗ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലെ. നമുക്ക് വരുന്ന സപ്ലൈനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വരുന്ന വോൾട്ടേജിനെ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം നമ്മൾ അതൊരു റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കും. അപ്പൊ ഈ ഒരു റെഡ്യൂസ് ചെയ്തിരിക്കുന്ന AC സപ്ലൈനെ നമുക്ക് DC ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, റെക്ടിഫയർ എന്താണെന്ന് നമുക്കറിയാം. റെക്ടിഫയർ ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് ദി AC ടു DC ആണ്. ഓക്കെ, അപ്പൊ റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ DC ആക്കും. അതിനുശേഷം ഓപ്പൺ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു DC ഔട്ട്പുട്ടിൽ നമ്മൾ കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ നമ്മൾ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദി റിപ്പിളുകൾ നമുക്ക് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് ചേഞ്ചസ് റിപ്പിൾസ് വരുന്നതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു സർക്യൂട്ട് അപ്പോൾ നമുക്ക് ഇത് എന്താവുന്നുണ്ട്, അപ്പൊ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ ലോഡ് കറന്റ് നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ ലോഡിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അൺറെഗുലേറ്റഡ് DC പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫൈനൽ റിസൾട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടൊരു റിസൾട്ട് DC ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് വോൾട്ടേജ് റെഗുലേറ്റഡ് പവർ സപ്ലൈ വരുന്നുണ്ട്, സെക്കൻഡ് വൺ ഇസ് ദ കറന്റ് റെഗുലേറ്റഡ് പവർ സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, നമുക്ക് അതിനൊരു റെക്ടിഫയർ വരുന്നുണ്ട്, then ഒരു ഫിൽറ്റർ സർക്യൂട്ട്, then ആ റിസൾട്ട് ആണ് നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, then ഫൈനൽ ദി ലോഡിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, കറന്റ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം തന്നെയാണ് വരുന്നത്. AC മെയിൻ സപ്ലൈ, ഒരു റെക്ടിഫയർ വരുന്നുണ്ട്, ഒരു ഫിൽറ്റർ സർക്യൂട്ട്, then ഇറ്റ് ഈസ് അൺറെഗുലേറ്റഡ് DCനെ നമ്മളൊരു കറന്റ് റെഗുലേറ്ററിലൂടെ പാസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എറിയുകയാണ്. ഓക്കെ, ഇതാണ് കറന്റ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ നമുക്ക്
രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, വോൾട്ടേജ് ആൻഡ് കറന്റ് റെഗുലേഷൻ. അതായത് നമുക്ക് ചിലതിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലതിൽ കറന്റ് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നതിന് പകരം രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സർക്യൂട്ട് ആയിട്ട് നമ്മൾ വോൾട്ടേജ് ആൻഡ് കറന്റ് റെഗുലേഷൻ കമ്പൈൻ എന്നൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ റെഗുലേറ്റഡ് പവർ സപ്ലൈനെ സ്പെസിഫൈ ചെയ്യുന്നതിന് കുറച്ച് ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, ലൈൻ റെഗുലേഷൻ അല്ലെങ്കിൽ സോഴ്സ് റെഗുലേഷൻ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതിന് സോഴ്സ് റെഗുലേഷൻ എന്നും കൂടി വരുന്നുണ്ട്? കാരണം ചേഞ്ച് ഇൻ ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ദ ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് DC ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ അല്ലെങ്കിൽ സോഴ്സ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലോഡ് കറന്റ് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആകും. അതിനെയാണ് ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് റിപ്പിൾ. റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നമുക്ക് റിസൾട്ട് കിട്ടുന്നതിൽ ഉണ്ടാവുന്ന ഇംപെർഫെക്റ്റ്, ഒരു റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ഫിൽറ്ററിന്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് വരുന്ന ചെറിയ പ്രോബ്ലംസ്, ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർസെന്റേജ് ഓഫ് റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നത്? AC വോൾട്ടേജ് അവൈലബിൾ ഇൻ ദ DC ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ normal DC voltage at the output into 100. This is the equation for the ripple factor. Okay, അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്ക് ആ ഒരു റെഗുലേറ്റഡ് DC പവർ സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. എന്താണ് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, the name from that they are using linear, അല്ലെ? ലീനിയർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ പേര് തന്നെ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ സ്വിച്ചിങ് ടെക്നിക്സ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് ഔട്ട്പുട്ട് ഫ്രം ദ പവർ സപ്ലൈ. അപ്പൊ നോൺ സ്വിച്ചിങ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പവർ സപ്ലൈയിൽ നിന്നുള്ള ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോൺ സ്വിച്ചിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ഓക്കെ, the term linear power supply implies that the power supply is regulated to provide the correct voltage at the. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ടേം ലീനിയർ റെഗുലേറ്റർ അല്ലെങ്കിൽ ലീനിയർ പവർ സപ്ലൈ എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? ആദ്യം ഒരു AC ലൈൻ വരുന്നുണ്ട്, നമുക്കൊരു ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമറിൽ വരുന്നതിന്റെ റിസൾട്ട് നമ്മൾ ഒരു റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നു. സോ AC, അപ്പോൾ അത് ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ടാണ്? ചെയ്ത് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഇതിനെ നമ്മൾ ഒരു റെക്ടിഫയറിലേക്ക് പാസ് ചെയ്യുന്നു. റെക്ടിഫയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു DC ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അഗൈൻ ഈ ഒരു റെക്ടിഫയറിന്റെ റിസൾട്ടിന് നമ്മൾ ഒരു ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ റിപ്പിൾസ് ഒക്കെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു റെഗുലേറ്റർ സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഞാൻ ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി റെഗുലേറ്റഡ് DC സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കൂ. എസ്റ്റാബ്ലിഷ്ഡ് ടെക്നോളജിയാണ്, ലോ നോയ്സ് ആണ്, സിമ്പിൾ ആപ്ലിക്കേഷൻ, ലോ കോസ്റ്റ്, ലോ നോയ്സ് ഓർ റിപ്പിൾ ആണ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി, ലിമിറ്റഡ് ഔട്ട്പുട്ട്, പുവർ എഫിഷ്യൻസി, ഹീറ്റ് ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്, സൈസും ഹൈ ആണ്. കാരണം ട്രാൻസ്ഫോമർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് ബിഗർ ഇൻ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കൺട്രോൾ സർക്യൂട്ട്സ്, ലോ നോയ്സ് ആംപ്ലിഫയേഴ്സ്, സിഗ്നൽ പ്രോസസേഴ്സ്, ഓട്ടോമേറ്റഡ് ആൻഡ് ലബോറട്ടറി ടെസ്റ്റ് എക്യുപ്മെന്റ്സ്, ഡേറ്റ അക്വിസിഷൻ സെൻസേഴ്സ്, സർക്യൂട്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്ക് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്, ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും, അല്ലെ? അപ്പോൾ അവിടെ ഈ ഒരു കൺട്രോൾ എലമെന്റിന്റെയും ഈ ഒരു കൺട്രോൾ പാർട്ടിന്റെ ഒക്കെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഷണ്ട് വോൾട്ടേജ് ആണോ സീരീസ് വോൾട്ടേജ് ആണോ എന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. ഇവിടെ എനിക്ക് അൺറെഗുലേറ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു കൺട്രോൾ എലമെന്റ് ഇറ്റ് ഈസ് കണക്ടിങ് സീരീയസ്ലി. ഓക്കെ, സീരീസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കണക്ഷൻ ഓറിയന്റേഷൻ, ദ കൺട്രോൾ എലമെന്റ് ഈസ് പാരലൽ കണക്ഷൻ വിത്ത് ദ ലോഡ്. ലോഡിന് പാരലൽ ആണെങ്കിൽ അത് ഷണ്ട് വോൾട്ടേജ്. ഇവിടെ എങ്ങനെയാണ്? ലോഡിന് സീരീസ് ആയിട്ടാണ് വരുന്നത്, സീരിയൽ കണക്ഷൻ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ. റെഗുലേഷൻ എങ്ങനെയാണ്? ഇവിടെ ഷണ്ടിൽ വളരെ പുവർ ആണ്, ഇത് ഗുഡ് ആണ് വരുന്നത്. സർക്യൂട്ട് ഡിസൈൻ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ദിസ് ഈസ് ക്വൈറ്റ് കോംപ്ലക്സ് ആണ്. ടൈപ്പ് ഓഫ് കൺട്രോൾ എലമെന്റ് ലോ കറന്റ് ഹൈ വോൾട്ടേജ് കോമ്പണന്റ് ആണ്. ഇവിടെ ഹൈ കറന്റ് ലോ വോൾട്ടേജ് കോമ്പണന്റ് ആണ് സീരീസ് വോൾട്ടേജിൽ വരുന്നത്. കറന്റ് in the control element, only a small amount of current flows through the control element. Control element വഴി ഒരു ചെറിയൊരു കറന്റ് മാത്രമേ നമുക്ക് ഇതിലൂടെ ഫ്ലോ ആവുന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണ്? ഇത് കംപ്ലീറ്റ് കറന്റും ഈ ഒരു കൺട്രോൾ എലമെന്റ് വഴിയാണ് പാസ് ആവുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും തമ്മിലുള്ള ബേസിക് കമ്പാരിസൺ എന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് അല്ലെ. നമുക്ക് സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു സെനർ ഡയോഡ് നമുക്ക് ഒരു സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും, ലോ റിപ്പിൾ ആയിരിക്കും. ലോഡ് കണ്ടീഷൻസ് വേരി ആകുന്നതിനനുസരിച്ച് നമുക്ക് ലോ റിപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിട്ടുന്ന ഒരു സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സെനർ ഡയോഡിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വളരെ ചെറിയ എമൗണ്ട് ഓഫ് കറന്റ് ആ ഒരു ഡയോഡിൽ നിന്നും, ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നും നമുക്ക് ആ ഡയോഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ സെനർ ഡയോഡ് ഒരു സഫീഷ്യന്റ് കറന്റ്, ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സഫീഷ്യന്റ് കറന്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കതൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, RS എന്ന് പറയുന്നത് നമുക്കൊരു സോഴ്സ് റെസിസ്റ്റർ ആണ്. അത് നമ്മൾ സെനർ ഡയോഡിന് സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയോഡിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോയിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് വോൾട്ടേജ് സോഴ്സ് VS എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്, ആ ഒരു കോമ്പിനേഷൻ അക്രോസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെബിലൈസർ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് ഈ ഒരു സെനർ ഡയോഡിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വി ഔട്ട് എന്ന് പറയുന്നത് സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു സെനർ ഡയോഡിന്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സെനർ ഡയോഡ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റിവേഴ്സ് ബയാസിലാണ്, അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡയോഡ് എങ്ങനെയായിരിക്കും, നമുക്ക് റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സപ്ലൈയിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് സെനർ ഡയോഡിന്റെ സിംബലും ആ ഒരു റെപ്രസെന്റേഷനും വരുന്നത്. ഇത് അതിന്റെ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിവേഴ്സ് ബയാസിലാണ് ഈ സെനർ ഡയോഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു സെനർ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ഏതാണ്, IC റെഗുലേറ്റേഴ്സ് ആണ്. ഓക്കെ, IC റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഫിക്സ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിട്ട് അല്ല ഒരു റെഗുലേറ്റഡ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒബ്റ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IC റെഗുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ IC റെഗുലേറ്റേഴ്സ് മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ICസും അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റഡ് ICസും ആണ് വരുന്നത്. അപ്പൊ ഫിക്സ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് അങ്ങനെയായിരിക്കും നമുക്ക് അവിടെ വരുന്നത് ഓൺലി 3 പിൻസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അത് എയ്തർ പോസിറ്റീവ് അതല്ലെങ്കിൽ നെഗറ്റീവ് ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കൊരു ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒരു സർട്ടൈൻ വോൾട്ടേജ് റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ വേറൊരു പേരാണ് വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ വോൾട്ടേജ് റെഗുലേറ്ററിൽ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന എക്സാമ്പിളുകളാണ് LM317 വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഫിക്സ്ഡ് DC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു LM37 IC യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റേഞ്ചിന് ബിറ്റ്വീൻ ആയിട്ട്. അപ്പൊ ഈ ഒരു LM37 നമുക്ക് ഏകദേശം 3 പിന്നുകളാണ് വരുന്നത്. ഒന്ന് അഡ്ജസ്റ്റ്, പിന്നെ V ഔട്ട് ആൻഡ് V ഇൻ. ഇതാണ് നമുക്ക് അതിൽ വരുന്ന പിന്നുകൾ വരുന്നത്. ഇൻപുട്ട് പിന്നാണ് നമുക്ക് ഈ പറയുന്ന പോസിറ്റീവ് ഇൻപുട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് ഇവിടെ നമുക്ക് ഒരു പിൻ വരുന്നുണ്ട് ഇവിടെ. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇതാണ് ആ ഒരു LM317ന്റെ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അടുത്ത ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് 78XX ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 78XX എന്ന് പറഞ്ഞെങ്കിൽ ഈ 78 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ XX ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു XX വാല്യൂസ് നമുക്ക് ചേഞ്ച് ആകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 7805 ആണ്. അപ്പൊ 05 എന്ന് പറയുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും, +5 വോൾട്ടേജ് ആണ് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. പിൻ ഡയഗ്രാം നോക്കൂ, 1 2 3 3 പിന്നാണ് വരുന്നത്. 1 എന്ന് പറയുന്നത് എനിക്ക് ഇൻപുട്ട് പിന്നാണ്, അതായത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഞാൻ ഫസ്റ്റ് പിന്നിൽ കൊടുക്കുന്നത്. 2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്, കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. 3 എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, അതായത് റെഗുലേറ്റഡ് ആയിട്ടുള്ള +5 വോൾട്ടേജ് നമുക്ക് ഈ ഒരു തേർഡ് പിന്നിൽ നിന്നും ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു 5 വോൾട്ടേജ് പോസിറ്റീവ് റെഗുലേറ്റർ ആണ് 7805 എന്ന് പറയുന്നത്. മിനിമം ഇൻപുട്ട് വോൾട്ടേജ് 7 ആയിരിക്കും. മാക്സിമം നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് 25 വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ ആണ്. അപ്പൊ ഈ ഒരു റെഗുലേറ്ററിൽ ഇന്റേണൽ തെർമൽ ഓവർലോഡ് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ലിമിറ്റിംഗ് പ്രൊട്ടക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു 125°C വരെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 7805 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് IC റെഗുലേറ്റർ ആണ്, പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്.
ഇനി 79XX എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 7812 ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് വരുന്നത് +12 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ 79XX എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് ഫാമിലി, അതായത് നമുക്കൊരു നെഗറ്റീവ് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 79XX ഫാമിലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ 1 2 3 പിൻസ് വരുന്നുണ്ട്. ഇപ്പൊ 05 തന്നെയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും -5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ സെയിം പിന്നുകൾ നോക്കൂ, 1 എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആണ്, 2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്, 3 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റെഗുലേറ്റഡ് ആയിരിക്കും, അതായത് -5 വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്യാവുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു 79XX ഫീച്ചേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് 1.5 ആംപിയർ ആണ് വരുന്നത്. ഹൈ റിപ്പിൾ റിജക്ഷൻ ആണ്, ഏകദേശം ഒരു 4% ഓഫ് ടോളറൻസ് നമുക്ക് ആ ഒരു പ്രീസെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തെർമൽ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് സേഫ് ഏരിയ പ്രൊട്ടക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു IC-യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ 79XX ഫാമിലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. 78 ഫാമിലി എന്ന് പറയുന്നത് 78XX ഫാമിലി എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജുമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് ആണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഒരു ഡയറക്റ്റ് കറന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമുള്ള കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെക്ടിഫയർ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും ദെൻ സെക്കൻഡ് വന്നത് ഫുൾ വേവ് റെക്ടിഫയറും ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു പോസിറ്റീവ് ഹാഫ് വേവും ആൻഡ് നെഗറ്റീവ് ഹാഫ് വേവും ആണ്. ഫുൾ വേവ് റെക്ടിഫയറിനെ നമ്മൾ സെന്റർ ടാപ്ഡ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ള രീതിയിലുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു സർക്യൂട്ടും ഗ്രാഫും മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ നോക്കൂ, എനിക്ക് എന്റെ നെഗറ്റീവിൽ നമുക്ക് 0 ആയിരിക്കും, പോസിറ്റീവിൽ മാത്രമായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും എന്റെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കും. സോ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. ഇതാണ് പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്തായിരിക്കും? എന്റെ ഡയോഡ് ഞാൻ ഈ ഒരു രീതിയിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതായത് ഡയോഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതൊരു റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും എനിക്ക് ഈ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എനിക്ക് രണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആണോ വരുന്നത് ആ ഒരു സമയങ്ങളിൽ മാത്രമായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്ക് 0 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ രണ്ട് ടൈപ്സുകളാണ്. ഒന്ന് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും പിന്നെ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറും ആണ്. അപ്പൊ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ രണ്ട് ഡയോഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു ഡയോഡും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സെക്കൻഡ് ഡയോഡും കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് ഫുൾ സൈക്കിളിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെ, D1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും D2 എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്കൊരു ബ്രിഡ്ജ് ഫോമിലാണ് ഡയോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അറ്റ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ രണ്ട് ഡയോഡുകൾ കണക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് രണ്ട് ഡയോഡുകൾ കണക്ട് ചെയ്യും. അപ്പൊ എനിക്ക് എന്താവും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫുൾ വേവിൽ, അതായത് ഫുൾ സൈക്കിളിലും എനിക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു റിപ്പിളുകൾ, അതായത് AC കോമ്പണന്റുകൾ എന്തെങ്കിലും തന്നെ ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെ, ആ ഒരു DC കോമ്പണന്റിനെ മാത്രം അലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണ് എനിക്ക്, ആ ഒരു റെക്ടിഫിക്കേഷന് ശേഷം കിട്ടിയിരിക്കുന്ന റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് ഞാനൊരു ഫിൽറ്റർ സർക്യൂട്ടിലൂടെ അലോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിലുണ്ടാവുന്ന ഈ കോമ്പണന്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ AC കോമ്പണന്റുകളെ എല്ലാം തന്നെ റിമൂവ് ചെയ്ത് ഒരു ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫിൽറ്റർ സർക്യൂട്ട് മെയിൻ ആയിട്ട് രണ്ട് കോമ്പണന്റുകൾ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ആണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? DC-നെ അലോ ചെയ്യുകയും AC ബ്ലോക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? AC അലോ ചെയ്യുകയും DC-നെ ബ്ലോക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സുകൾ നോക്കാം. ജസ്റ്റ് ഒന്ന് സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇൻഡക്ടർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെ, അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എനിക്ക് ഔട്ട്പുട്ട് എന്താകുന്നുണ്ട്? ഒരു ഇൻഡക്ടർ, അതായത് ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഷണ്ട് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ ഞാൻ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ എനിക്കൊരു ഔട്ട്പുട്ട്, ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. LC ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സീരീസ്, അതായത് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് LC ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇൻഡക്ടർ സീരീസ് ആയിട്ടും കപ്പാസിറ്റർ പാരലൽ ആയിട്ടും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അവിടെ ഒരു ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
അതേപോലെ പൈ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൈ ഷേപ്പിലായിരിക്കും, അതായത് രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഇൻഡക്ടർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ എനിക്ക് കുറച്ചും കൂടി ഫിൽറ്റേർഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് എനിക്ക് ഈ ഒരു കണക്ഷനിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, ദാറ്റ് ഈസ് SMPS ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് ലീനിയർ പവർ സപ്ലൈ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഒരു ലീനിയർ പവർ സപ്ലൈയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ലോവർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാർജ് വാല്യൂ ഓഫ് ദ കപ്പാസിറ്റേഴ്സ് ടു റെഡ്യൂസ് ദ റിപ്പിൾസ് ആൻഡ് ഹെവി ആൻഡ് കോസ്റ്റ്ലി ട്രാൻസ്ഫോമേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ലീനിയർ പവർ സപ്ലൈയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലോവർ എഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ ആ ഒരു റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാർജ് വാല്യൂസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. സിമിലർലി ഹെവി ആൻഡ് കോസ്റ്റ്ലി ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഏതില്? ലീനിയർ പവർ സപ്ലൈയില്. അപ്പൊ ഇതൊക്കെ അതിന്റെ മെയിൻ ഡ്രോബാക്കുകളാണ്. ഈ ഡ്രോബാക്കുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു SMPS-ലേക്ക് വന്നിരിക്കുന്നത്, അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ SMPS-ന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസിസ്റ്റർ യൂസ്ഡ് ഇൻ ദ LPS ടു കൺട്രോൾ ദി വോൾട്ടേജ് ഡ്രോപ്പ് വൈൽ ദ ട്രാൻസിസ്റ്റർ ഇൻ SMPS ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സ്വിച്ച്. നമ്മൾ SMPS-ല് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ LPS-ൽ എന്താ ചെയ്തിരിക്കുന്നത്? വോൾട്ടേജ് ഡ്രോപ്പിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ SMPS-ൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് സ്വിച്ച് ആയിട്ടാണ് SMPS-ൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് 50 Hz ആണ് ഞാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ഇൻപുട്ട് റെക്ടിഫൈഡ് ആൻഡ് ഫിൽറ്റേർഡ് വരുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി കൺവേർട്ടർ വരുന്നുണ്ട്, ഔട്ട്പുട്ട് റെക്ടിഫൈഡ് ആൻഡ് ഫിൽറ്റർ, അഗൈൻ ദാറ്റ് ഫീഡ്ബാക്ക് ടു കൺട്രോൾ സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് വരുന്ന SMPS-ന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇനിഷ്യലി ഞാനൊരു AC ഇൻപുട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേജിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ട്. അഗൈൻ ഞാനതൊരു സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് പാസ് ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു DC-യുടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഇങ്ങനെയുള്ള ഒരു DC ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ഞാൻ അഗൈൻ ഒരു ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു റിസൾട്ട് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് എന്റെ കൺട്രോൾ യൂണിറ്റ് വഴി അഗൈൻ സ്വിച്ചിങ് ഫീൽഡിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് ടൈപ്സ് ഓഫ് SMPS എന്ന് നോക്കാം. ഓക്കെ, SMPS എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്, ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള DC അല്ലെങ്കിൽ ഒരു AC വോൾട്ടേജിൽ നിന്നും ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 4 കാറ്റഗറിയാണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി DC to DC കൺവേർട്ടർ, അതായത് DC-യിൽ വരുന്ന ഒരു അൺറെഗുലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു DC-നെ നമ്മൾ റെഗുലേറ്റഡ് DC ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ദ AC to DC. അപ്പൊ നമുക്കൊരു AC വരുന്നതിന് നമുക്കൊരു DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്സ് വരുന്നുണ്ട്. Then flyback converter and forward converter. So these are the main classifications of the SMPS. SMPS-ന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇനി DC to DC കൺവേർട്ടറിൽ നമുക്ക് വേറെ അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, AC to DC-യിൽ സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അങ്ങനെ n നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് SMPS-ൽ. പക്ഷെ മെയിൻ കാറ്റഗറി അല്ലെങ്കിൽ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് DC to DC കൺവേർട്ടർ, AC to DC കൺവേർട്ടർ, ഫ്ലൈബാക്ക് കൺവേർട്ടർ ആൻഡ് ഫോർവേഡ് കൺവേർട്ടർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നോയ്സ്, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഉള്ളത് കൊണ്ട് നമുക്ക് നോയ്സ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. സർക്യൂട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസും ഈ പറയുന്ന SMPS സർക്യൂട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി SMPS. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഹൈ ആണ്, 80 to 90% എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഹീറ്റ് ജനറേഷൻ ലെസ് ആണ്, അതുപോലെ തന്നെ പവർ വേസ്റ്റേജും കുറവാണ്. ഹാർമോണിക് ഫീഡ്ബാക്ക്, അതായത് നമുക്ക് ഒരു ഹാർമോണിക് ഫീഡ്ബാക്ക് ഇതിൽ റെഡ്യൂസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. കോമ്പാക്ട് ആൻഡ് സ്മോൾ ഇൻ സൈസ് ആണ് ഡിവൈസ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് കോസ്റ്റ് റെഡ്യൂസ്ഡ് ആണ്. പ്രൊവിഷൻ ഫോർ പ്രൊവൈഡിങ് റിക്വയർഡ് നമ്പർ ഓഫ് വോൾട്ടേജ്, നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള വോൾട്ടേജ്, ഇപ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജ് വരണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടർ യൂസ് ചെയ്യാം, റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ ബക്ക് യൂസ് ചെയ്യാം. സോ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് വോൾട്ടേജിന്റെ വാല്യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ടുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി SMPS. ഓക്കെ,
SMPS-ന് എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈക്ക് വരുന്നത്. നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജറിൽ യൂസ് ചെയ്യുന്നുണ്ട്, HVDC മെഷർമെന്റിൽ, ദെൻ ബാറ്ററി ചാർജേഴ്സ്, സെൻട്രൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, മോട്ടോർ വെഹിക്കിൾസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ലാപ്ടോപ്പ്, സെക്യൂരിറ്റി സിസ്റ്റം, സ്പേസ് സ്റ്റേഷൻ, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന SMPS-നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് SMPS എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെയിൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതിൽ പിന്നെ കൂടുതൽ വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് നോക്കിയിട്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ വരുന്ന ടോപ്പിക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ. ഒരു DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ DC ഇൻപുട്ട് വോൾട്ടേജിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂല് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് AC വോൾട്ടേജ് ആണ് കിട്ടുന്നതെങ്കിൽ, ആ ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ആ ഒരു പെർഫോം ചെയ്യുന്ന സർക്യൂട്ടറിനെ നമുക്ക് എന്തെന്ന് പറയാം, കോൾഡ് ഇൻവെർട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടർ നമുക്ക് ആ ഒരു റെക്ടിഫയറിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ, റെക്ടിഫയർ എന്താണ് AC ടു DC ആണെങ്കിൽ, ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു, DC-നെ AC ആയിട്ട് മാറ്റുകയാണ് നമുക്ക് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ടറി that perform the opposite function of the rectifier converting DC to AC, ഇതാണ് നമുക്ക് പറയുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടാകുന്ന ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, അതുപോലെ തന്നെ ടോട്ടൽ പവർ ഹാൻഡ്ലിംഗ്, ഇതെല്ലാം തന്നെ അതിന്റെ ഒരു ഡിസൈനിനെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഡിവൈസ് അല്ലെങ്കിൽ അതിന്റെ സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ പ്രത്യേകിച്ച് പവർ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, DC ബാറ്ററി പവറിനെ നമ്മൾ AC പവർ, അതായത് ബാറ്ററിയിലുള്ള ആ ഒരു DC പവറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, AC പവർ, ലോഡിലേക്ക് ആവശ്യമായിട്ടുള്ള AC പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഒരു ഇൻവെർട്ടർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ AC-യുടെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള പല ലോഡുകളിലേക്കും കൊടുക്കാം. ഇതാണ് ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഒരു ഇൻവെർട്ടറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ് നമുക്ക് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഒരു AC ഇൻപുട്ട് സപ്ലൈ വരുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എനിക്കൊരു സപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബാറ്ററിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബാക്കപ്പ് പോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് ബാറ്ററിയിൽ DC ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ മെയിൻ സപ്ലൈ നമുക്ക് ഉണ്ട്. ഓക്കെ, മെയിൻ സപ്ലൈ ഓഫ് അല്ല, മെയിൻ സപ്ലൈ ഓൺ ആണെങ്കിൽ ഈ AC നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ചേഞ്ച് ഓവർ റിലേ യൂസ് ചെയ്ത് നമുക്ക് AC ലോഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഈ ഒരു AC-നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വെൻ ഈ മെയിൻ സപ്ലൈ നമുക്ക് ഓഫ് ആകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പവർ ഇന്ററപ്ഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ, പവർ ഇല്ലെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാറ്ററിയിൽ നമ്മൾ DC ആയിട്ട് ഈ ഒരു AC-നെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയിലുള്ള ഈ DC ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ DC ചാർജ് ഞാൻ എൻ്റെ ഇൻവെർട്ടർ വഴി പാസ് ചെയ്യും. ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ DC സോഴ്സിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ ഒരു ചേഞ്ച് ഓവർ റിലേ വഴി നമുക്ക് ഔട്ട്പുട്ടിലേക്ക്, ലോഡിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കൊരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിവിടെ ഒരു തിയറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻവെർട്ടർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, AC മെയിൻ സപ്ലൈനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് ഒരു DC പവർ ആയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ AC മെയിൻ സപ്ലൈ നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻസ് മോഡ് ആണെങ്കിൽ, ഇൻപുട്ട് AC എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ലോഡിനെ റൺ ചെയ്യുന്നുണ്ട് ആ ഒരു ചേഞ്ച് ഓവർ റിലേ വഴിയായിട്ട്. ഇഫ് സപ്പോസ് എന്തെങ്കിലും ആബ്സെൻസ് ഓഫ് മെയിൻ ആണ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ മോഡാണ് നമുക്ക് വരുന്നതെങ്കിൽ, ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന DC സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ DC-നെ AC ആയിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുകയും ദെൻ നമ്മൾ അതിന്റെ ലോഡിലേക്ക് അപ്ലൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻവെർട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു AC ഇൻവെർട്ടർ ഉണ്ട്, AC ഇൻപുട്ട് ഉണ്ട്, അത് ഞാനൊരു റെക്ടിഫയറിലേക്ക് അല്ലെങ്കിൽ ഒരു ചാർജറിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാറ്ററി വഴിയായിട്ടാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് ഫ്രീക്വൻസി ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് പാസ് ചെയ്യുകയും then it moves to the static transfer switch, then finally it moves to the computer, that means output load. Okay, ഇതാണ് നമുക്ക് ഇതിൽ വരുന്ന ബ്ലോക്ക് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ നോക്കാം. അപ്പൊ ഈ ഒരു AC മെയിൻ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സെൻസിങ് സെക്ഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്കൊരു AC പ്രസൻസ് ഉണ്ടോ, അതായത് AC-യുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററി ചാർജിങ് സ്റ്റേഷനിലേക്ക് ആക്ടിവേറ്റ് ചെയ്യും. ആ ഒരു സോളിഡ് സ്റ്റേറ്റ് റിലേ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററി ചാർജിങ് സ്റ്റേഷനിലേക്ക് ഒരു ആക്ടിവേഷൻ കൊടുക്കുകയാണ്. അതായത് AC സപ്ലൈ ഉണ്ടോ, ഓപ്പൺ ആണോ, അതായത് ബാറ്ററി വർക്ക് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. AC ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള പവർ ആവശ്യം വരുന്നില്ല. നോർമൽ സപ്ലൈ ഉണ്ടെങ്കിൽ, സപ്ലൈ ഇല്ലാത്ത സമയത്താണ് നമുക്ക് ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു സെൻസിങ് സെക്ഷനിലേക്കാണ് AC മെയിൻ സപ്ലൈ ആദ്യം നമ്മൾ കണക്ട് ആക്കിയിരിക്കുന്നത്. ദെൻ ഈ ACയുടെ മെയിൻ സപ്ലൈ പ്രസൻസ് ആണെങ്കിൽ AC എന്നതിന്റെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് അതായത് ലോഡിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് വഴി നമുക്ക് ലോഡിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു ബൈപാസ് സപ്ലൈ എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ if suppose AC മെയിൻ സപ്ലൈ ഓഫ് ആണെങ്കിൽ AC മെയിൻ സെൻസിങ് സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചേഞ്ച് ഓവർ റിലേനെ, അതായത് ആ സോളിഡ് സ്റ്റേറ്റ് റിലേനെ മില്ലി സെക്കൻഡ്സ് ടൈം എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രാക്ഷൻസ് ഓഫ് മില്ലി സെക്കൻഡ്സ് എടുത്തിട്ട് ഇൻവെർട്ടറിനെ ടേൺ ഓൺ ആക്കിക്കും. അതായത് ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിനെ നമ്മൾ ഓസിലേറ്ററിലേക്ക് ആക്കും. ആ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോപ്പർ സ്വിച്ചിങ് സെക്ഷൻ വഴി കൊടുത്തിട്ട് അതൊരു 50 Hz സൈൻ വേവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഔട്ട്പുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഓസിലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രിഗർ പൾസ് ജനറേറ്റ് ചെയ്യുകയും ആ ഒരു ഡ്രൈവർ സെക്ഷനെ ആംപ്ലിഫൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു സെമി കണ്ടക്ടർ സ്വിച്ചസിന്റെ ആ ഒരു ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആ ട്രിഗർ പൾസസ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെമി കണ്ടക്ടർ സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു AC സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ബാറ്ററി സപ്ലൈ റിക്വയർഡ് ചെയ്യും. അതായത് ആ ബാറ്ററിയിൽ നിന്നുള്ള DC-നെയാണ് ഈ AC കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ലോഡിലേക്ക് AC സപ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇൻവെർട്ടറിന്റെ വേറെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻസ്, ഡൊമസ്റ്റിക് ഇൻവെർട്ടേഴ്സും ഇൻഡസ്ട്രിയൽ ഇൻവെർട്ടേഴ്സും ആണ്. കണക്റ്റഡ് ലോഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫേസും 3 ഫേസും വരുന്നുണ്ട്. സർക്യൂട്ട് അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് VSI, CSI, അതായത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറന്റ് സോഴ്സ് ഇൻവെർട്ടറും ആണ്. ഇൻപുട്ട് പവറിനെ ബേസ് ചെയ്തിട്ട് AC പവർ ഇൻപുട്ട്, അതുപോലെ തന്നെ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഡൊമസ്റ്റിക് യൂസിൽ നമുക്ക് ബാക്കപ്പ് പവർ, നമുക്ക് ഡൊമസ്റ്റിക് അപ്ലയൻസിൽ പെട്ടെന്ന് പവർ പോയാൽ നമുക്ക് അതിനെ എന്താണ് ഒരു ബാക്കപ്പ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു കംപ്രസർ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ എയർ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഡൊമസ്റ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ AC ഡ്രൈവ്സ് ഫോർ കൺട്രോളിംഗ് മോട്ടോഴ്സ്, ടർബൈൻ ബോയിലറിൽ, ഇൻഡസ്ട്രിയൽ മോട്ടോർ ഡ്രിവൺ എക്യുപ്മെന്റ്സിൽ, DCS, PLC, ഇലക്ട്രിക് ട്രെയിൻസ്, ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻഡസ്ട്രിയലിൽ വരുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് UPS, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, അല്ലെ? നമുക്ക് UPS എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. ഇപ്പൊ നമ്മൾ പല സിറ്റുവേഷൻസിലും പെട്ടെന്ന് ഒരു കറന്റ് നമുക്ക് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു പവർ സപ്ലൈ വേണം, അല്ലെ? അതാണ് UPS, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ നമുക്കത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കേസസിൽ പവർ ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഈക്വൽ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പവർ സോഴ്സ് കിട്ടണം, എന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അതാണ് UPS എന്ന് പറയുന്നത്. ഇതാണ് ഒരു UPSന്റെ സ്ട്രക്ചർ. നമുക്ക് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സപ്ലൈ വരികയാണെങ്കിൽ അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് AC ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു UPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഒരു റെക്ടിഫയർ പോർഷൻ വരുന്നുണ്ട്, ഒരു ബാറ്ററി വരുന്നുണ്ട്, ഒരു ഇൻവെർട്ടർ വരുന്നുണ്ട്. ഇതാണ് മേജർ ആയിട്ട് വരുന്ന കോമ്പണന്റ്സിനെ UPS എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഓൺലൈൻ UPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ കൺവേർഷൻ ആസ് വെൽ ആസ് ബിക്കോസ് ഇൻകമിംഗ് പവർ ഇസ് കൺവേർട്ടഡ് ഇൻടു ഡയറക്റ്റ് കറന്റ്, അല്ലെ? ഒരു ഇൻകമിംഗ് പവറിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഡയറക്റ്റ് കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും again it is converted back into AC ആണ്. അപ്പോൾ ഇതൊരു ഡബിൾ കൺവേർഷൻ ആണ് നമുക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ AC to DC അല്ലെങ്കിൽ DC to AC ഡിസൈൻസ് എൻഷുർ ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻക്രീസ്ഡ് ഡിഗ്രി ഓഫ് ഐസൊലേഷൻ, ലോഡിൽ നിന്നും ഒരു ഇൻക്രീസ്ഡ് ഡിഗ്രി ഓഫ് ഐസൊലേഷൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ സപ്ലൈയിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇതാക്കാനായിട്ട് പറ്റും. ഇതാണ് ഓൺലൈൻ UPS എന്ന് പറയുന്നത്. അടുത്തത് ലൈൻ ഇന്ററാക്റ്റീവ് UPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ബോത്ത് പവർ കണ്ടീഷനിങ് അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ എഫക്റ്റീവ് ഏരിയസ് ഫോർ ഔട്ടേജ് ആസ് ആർ റെയർ, ഔട്ടേജസ് നമുക്ക് റെയർ ആണ്, പക്ഷെ പവർ ഫ്ലക്ച്വേഷൻസ് കോമൺ ആയിട്ടുള്ള പ്ലേസസിലാണ് നമ്മൾ ഈ ഒരു ലൈൻ ഇന്ററാക്റ്റീവ് UPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്ലക്ച്വേഷൻസിനൊക്കെ, അതായത് സ്വിച്ചിങ് ടു ബാറ്ററി ബാക്കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്ലക്ച്വേഷൻസിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഓഫ്ലൈൻ UPS ആണ്. അപ്പൊ ഇതിന് നമുക്കൊരു സ്റ്റാൻഡ് ബൈ UPS എന്നോ അതല്ലെങ്കിൽ ഒരു ബാറ്ററി ബാക്കപ്പ് എന്നോ വിളിക്കാൻ പറ്റും. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ചോയ്സ് ആണ്.
ബെറ്റർ ഓഫ്ലൈൻ UPS സിസ്റ്റം എന്ന് പറയുന്നത് ടു സ്വിച്ച് ദി ബാറ്ററി ഫാസ്റ്റ് എനഫ് ടു പ്രിവെന്റ് പവർ അനോമലീസ്. ഓക്കെ, അനോമലീസ് അതുപോലെ തന്നെ റൈഡ് ഔട്ട് ഷോർട്ട് ഔട്ടേജസ് ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഓഫ്ലൈൻ UPS നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് ഇൻവെർട്ടറും UPS തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് UPS എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ഇൻവെർട്ടറിനെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവെർട്ടർ ആൻഡ് UPS എന്ന് നമുക്ക് നോക്കാം. ആദ്യം ബാക്കപ്പ് ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടറിൽ എന്ന് പറയുമ്പോൾ ബാക്ക് ടൈം എന്ന് പറയുന്നത് പ്രത്യേക ഇതല്ല. കാരണം കമ്പ്യൂട്ടേഴ്സ് ബ്രേക്ക് ഡൗൺ അതല്ലെങ്കിൽ ഡേറ്റ ലോസസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇൻവെർട്ടറിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. എന്നാൽ UPS എന്ന് പറയുന്നത് നമുക്കൊരു ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് ഉണ്ട്. കാരണം അത് പെട്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊരു പവർ ഇന്ററപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു UPS ഉള്ളത് കൊണ്ട് പവർ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ടെക്നിക്കൽ വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പവർ ഈസ് കൺസിസ്റ്റന്റ്ലി ഡ്രോൺ ഫ്രം ദ ബാറ്ററി, കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഡ്രോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, UPS എങ്ങനെയാണെന്ന് പറയുമ്പോൾ AC ഈസ് ചേഞ്ച്ഡ് ടു DC ആണ്. ഈ DC ആണ് ആ ബാറ്ററിനെ ചാർജ് ആകുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ടൈം ഡിലേ എന്ന് പറയുന്നത് ഇവിടെ 500 milliseconds ആണ്, ഇവിടെ 3 to 8 milliseconds ആണ്. ഓക്കെ, ഇൻവെർട്ടറിൽ നമുക്ക് ആ ഒരു ടൈമിംഗ് ചേഞ്ച് ഉണ്ടല്ലോ മെയിൻ നിന്നും ഇതിലേക്ക് വരുന്നത്, ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് 500 milliseconds ആണ് ഇൻവെർട്ടറിൽ വരുന്നത്. എന്നാൽ UPS അത് 3 to 8 ആണ് വരുന്നത്. ദെൻ കണക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നത് മെയിൻ പവർ സപ്ലൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ UPS എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടർ, പ്രിന്റർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇൻവെർട്ടർ നമ്മൾ ഡയറക്റ്റ് അതായത് ലൈറ്റ്, ഫാൻ അങ്ങനെയുള്ളതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇൻവെർട്ടറിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ലോ ആണ്, എന്നാൽ UPS എന്ന് പറയുന്നത് ഹൈ പ്രൈസ് ആണ്. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻവെർട്ടേഴ്സ് ആൻഡ് UPS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഓഫ്ലൈൻ UPSന്റെയാണ്. ഇവിടെ ബാറ്ററി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല അല്ലെ, ബാറ്ററി ഇസ് നോട്ട് യൂസ്ഡ് കണ്ടിന്യൂസ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. കോസ്റ്റ് വൈസും വളരെ റിഡ്യൂസ്ഡ് ആണ്, സിമ്പിൾ ഡിസൈൻ ആണ്. നമുക്ക് കൺട്രോളറൊക്കെ നമുക്ക് സിമ്പിൾ ഡിസൈൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് സാഗ് ആൻഡ് സ്പൈക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലിമിറ്റ് ആണ് വരുന്നത്. സാഗ് വോൾട്ടേജിന്റെ സാഗും സ്പൈക്കും ഒക്കെ നമുക്ക് ഇവിടെ ലിമിറ്റഡ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഇപ്പൊ മെയിൻ ഫെയിൽ ആണെങ്കിൽ ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 5 to milliseconds നമ്മളിവിടെ സ്വിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർ ടൈം നമുക്ക് കുറച്ച് അധികമാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോട്ട് റിലയബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഓഫ്ലൈൻ UPSന്റെ കേസസിൽ. ലൈൻ ഇന്ററാക്റ്റീവ് UPS എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സാഗ് ആൻഡ് സർജ് അതിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആണ്. 10 to 20% നമുക്ക് സ്യൂട്ടബിൾ ആണ് ആ ഒരു റേഞ്ചിലേക്ക് ഇവിടെ. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കുറവാണ്, കാരണം കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വളരെ കുറവായതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കുറവാണ്. സ്വിച്ചിങ് ടൈം നമുക്ക് 0 ആണ്. 0 എന്ന് അപ്രോക്സിമേറ്റ്ലി പറയാം, കാരണം എന്താണെന്ന് നമ്മൾ പ്രത്യേകിച്ച് സ്വിച്ചസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ലാർജർ ആൻഡ് ഹെവിയർ ആണ് നമുക്ക് വരുന്നത് അല്ലെ. ഓൺലൈൻ UPS ഓഫ്ലൈൻ UPSനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലാണ് ഹൈത്. ഓൺലൈനും ഓഫ്ലൈനും കമ്പയർ ചെയ്യുമ്പോൾ ലൈൻ ഇന്ററാക്റ്റീവ് UPS എന്ന് പറഞ്ഞ സൈസും അതൊക്കെ ലാർജർ ആണ്. അതേപോലെ തന്നെ ബാറ്ററി പവർ ബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള AC പവർ വരുന്നതിനനുസരിച്ച് നമ്മളത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഡബിൾ കൺവേർഷൻ അതല്ലെങ്കിൽ ഓൺലൈൻ UPS ആണ്. ഇവിടെയും സ്വിച്ചിങ് ടൈം 0 ആണ്. ഇത് കംപ്ലീറ്റ്ലി റിലയബിൾ ഓപ്ഷൻ ആണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും കേസസ് ഓഫ് സ്പൈക്സ് വരിക, ഇലക്ട്രിക്കൽ നോയ്സോ സാഗ് പവർ ഫെയിലർ ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ UPS ആണ്. ഇവിടെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്, കോസ്റ്റ് ഹയർ ആണ്. UPS പെട്ടെന്ന് കൂടുതൽ ഹീറ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഓൺ ആണ്. അതുകൊണ്ട് ഓവറോൾ എഫിഷ്യൻസി നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ് ഏതിന് ഓൺലൈനിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് UPS ഇൻവെർട്ടർ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UPSന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻവെർട്ടറിന്റെ ഒക്കെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില സ്പെസിഫിക്കേഷൻസ് അറിയണം. UPS വിത്ത് 875 വോൾട്ടേജ് ആംപിയർ ആണെങ്കിൽ അത് മിനിമം മാക്സിമം എത്ര ലോഡ് 640 വാട്ട്സ് ഓഫ് ലോഡാണ് നമ്മൾ എടുക്കുന്നത്. 677 വോൾട്ടേജ് ആംപിയർ ആണെങ്കിൽ അത് 540 വാട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ തിങ് അതായത് ഇപ്പൊ നമുക്ക് UPS എത്രത്തോളം വാട്ടേജ് ആണെങ്കിൽ തന്നെ ബാറ്ററിയുടെ ബാക്കപ്പ് വേരി ആവുന്നില്ല. ബാറ്ററി ബാക്കപ്പ് വേരി ആവുന്നത് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ബാറ്ററി AHനെയും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന ലോഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിലുണ്ടാവുന്ന ബാറ്ററി ബാക്കപ്പിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ UPS ബാക്കപ്പിനുള്ള ഇക്വേഷൻ എന്താണ്, നമുക്ക് ബാറ്ററി AH ഇൻറ്റു വോൾട്സ് പെർ ലോഡ് ഇൻറ്റു 1 പവർ ഫാക്ടർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ UPS ബാക്കപ്പ്. ഓക്കെ, ഇനി ബാറ്ററി റേറ്റിംഗ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്,
DC current into duration in hours by percentage of capacity utilization ആണ്. അപ്പോൾ DC current അതിലുള്ള DC current into duration in hours. അപ്പോൾ DC current കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? UPS kilovolt ampere into 1000 into load power factor which is approximately equal to 1 divided by inverter efficiency into end voltage. Okay, ഇതാണ് നമുക്ക് DC currentനുള്ള equation. Then VAH voltage in capacitor അല്ലെങ്കിൽ battery rating എങ്ങനെയാണ്? AH into nominal voltage ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് കുറച്ച് assumptions ഉണ്ട്. DC voltage എത്രയായിട്ട് നമ്മൾ മൈൻഡ് കൺസിഡർ ചെയ്യുന്നത് 216 for 3 kWh. End cell voltage അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് 10.5 ആണ്. ലോഡ് പവർ ഫാക്ടർ 1 ആണ്. ഇൻവെർട്ടർ എഫിഷ്യൻസി നമ്മൾ 93% ആണ്. അപ്പോൾ ഈ ഒരു അസംപ്ഷൻസും പിന്നെ എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ള യുപിഎസിന്റെ വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ കപ്പാസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ നമുക്ക് ഒരു 52% ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഉണ്ട്. 1 hour ഇറ്റ് ഇസ് 62%, 2 hours ആണെങ്കിൽ 74%, for 3 hours 83 and 4 hours 85%. ഇതാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു ഡ്യൂറേഷനും പെർസെന്റേജ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷനും വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് യുപിഎസിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 0 ടൈം ഡിലേ ആണ് വരുന്നത്. ആ ഒരു പവർ സപ്ലൈ സ്വിച്ചിങ്ങും യുപിഎസും തമ്മിൽ വലിയൊരു ടൈം ഡിലേ വരുന്നില്ല അല്ലെ. ആ ഒരു ഓഫ്ലൈനിൽ മാത്രമാണ് നമുക്ക് ഏതാനും മില്ലി സെക്കൻഡ്സ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്ക് 0 ടൈം ഡിലേ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ജനറേറ്ററിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്താണ് UPS ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ UPSന്റെ ടൈപ്പ്, സൈസ് ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കോർഡിംഗ് ടു നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജനറേറ്ററുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയറും ആണ്, ചീപ്പർ ടു മെയിൻറ്റെയിനും ആണ്. ഓക്കെ, ഇതാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കുകയാണെങ്കിലാണ് UPS എന്ന് പറയുന്നത് ബാറ്ററിയിൽ റൺ ആവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെവി ആപ്ലിക്കേഷൻസിനൊന്നും നമുക്ക് ഈ പറയുന്ന ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് വലിയ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ബാറ്ററി പോസിബിൾ ആവില്ല. അതേപോലെ തന്നെ ബാറ്ററിയുടെ റീപ്ലേസ്മെന്റ് നമുക്കൊരു റെഗുലർ ബേസിസിൽ വേണം. ഓക്കെ, അതായത് നമുക്കൊരു ചെറിയൊരു ഇന്റർവൽ ഓഫ് ടൈം ഉണ്ടാകും. ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ബാറ്ററിയുടെ ടോട്ടൽ ഡാമേജ് ആകും, ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരും. അതേപോലെ തന്നെ UPSന്റെ ഇൻസ്റ്റലേഷൻ ഒക്കെ നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അതിന്റെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുന്നതും അത് മൗണ്ട് ചെയ്യുന്നതും അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് UPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു സോളാർ പവർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത് അല്ലെ. സണ്ണിൽ നിന്നുള്ള ആ ഒരു ഡയറക്റ്റ് സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു കറന്റിനെ അല്ലെങ്കിൽ ആ ഒരു എനർജീനെ എന്ത് ചെയ്തിരിക്കുകയാണ്, പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് സോളാർ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്കിവിടെ 2 എനർജിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സണ്ണിൽ നിന്ന് കിട്ടുന്ന 2 എനർജിയാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എനർജി എന്താണ്, ഹീറ്റ് എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ ഈ സോളാർ പാനൽ വഴി നമുക്ക് രണ്ടും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് നമുക്ക് റെസിഡൻഷ്യൽ റൂഫ് ടോപ്പുകളിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് സോളാർ ഒരു ലാൻഡ് തന്നെ നമുക്കൊരു ഏക്കർ ഓഫ് ഇതിൽ നമുക്ക് സോളാർ ഫാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല ഇതിലൂടെ നമുക്ക് ഈ പറയുന്ന സോളാർ എനർജീനെ അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജീനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈഡ്ലി നമ്മുടെ പല വീടുകളിലും നമ്മൾ ഈ റൂഫ് ടോപ്പുകളിൽ സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ സോളാർ പാനലുകൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ഇൻഡസ്ട്രികളിലും എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ പാനൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെതായ പല അഡ്വാൻറ്റേജസുകൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനിഷ്യൽ ആ ഒരു ഇൻസ്റ്റലേഷനും അല്ലെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് ചിലവാകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. വളരെ കമ്പയർ ടു അതർ സോഴ്സസ് ഇതെന്ന് പറയുന്നത് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ സോളാർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ സെല്ലിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ സോളാർ പവർ എന്താന്ന് നോക്കി, ദെൻ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, നൗ എന്താണ് നോക്കാൻ പോകുന്നത്, സോളാർ സെൽ. സോളാർ സെല്ലിന്റെ വേറൊരു പേരും കൂടിയാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ, അതല്ലെങ്കിൽ നമുക്ക് PV സെൽ എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ ഷോർട്ട് ഫോം ആണ് PV സെൽ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഈ സോളാർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഈ ഒരു സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അത് എന്തിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ എന്തിന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ,
ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് സൺലൈറ്റിനെ, ആ ഒരു ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഓൺ ബേസിസ് ഓഫ് ദി ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. ഓക്കെ, അതാണ് ഒരു സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെന്ന് നമുക്ക് പറയാം. ഈ സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. ഓക്കെ, അപ്പൊ സോളാർ സെൽസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരുപാട് ഫോട്ടോ ഇലക്ട്രിക് സെൽസ്, അതായത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉള്ള ഒരു ഇലക്ട്രിക്കൽ സെല്ലുകളുടെ ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളാർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിലുണ്ടാകുന്ന വാല്യൂസ്, കറന്റോ വോൾട്ടേജോ റെസിസ്റ്റൻസ് ഒക്കെ വേരി ആകുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലുകളാണ് ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫോമാണ് സോളാർ സെൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ സോളാർ സെൽ എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് മോഡ്യൂൾസുകളാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ PPT നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് മൊഡ്യൂൾ അല്ലെങ്കിൽ എന്താണ് പാനൽ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇൻഡിവിജ്വൽ സെല്ലുകളെ കമ്പൈൻ ചെയ്ത്, അതായത് ഓരോ സെല്ലുകളെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു മൊഡ്യൂൾ ആകുകയും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ സോളാർ പാനലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് വീടുകളുടെ മുകളിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ മറ്റേ പല ഇൻഡസ്ട്രിയലുകളിലൊക്കെ ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കത് ഇൻക്രീസിംഗ് ആണ്. അതിന്റെ യൂസസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഡേ ബൈ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ലിന് നമുക്ക് മാക്സിമം ഓഫ് ഒരു 0.5 തൊട്ട് 0.6 വോൾട്ടേജ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണെങ്കിൽ. ഓക്കെ, അതായത് ഒരു സിംഗിൾ സിലിക്കൺ സെല്ലിന് നമ്മൾ എന്തായാലും ഒരു സെല്ലായിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറെ സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു പാനൽ ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഒരു സെല്ലിൽ നിന്ന് 0.5 to 0.6 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർ എമൗണ്ട് ഓഫ് വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് കമ്പൈൻ ചെയ്ത് ലാർജ് ഒരു സോളാർ പാനൽ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഒരു റിന്യൂവബിൾ എനർജി നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് സെൽസ് കണക്ട് ചെയ്തിട്ട് അതിനെ പാനലാക്കി മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ എനർജി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നോക്കുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആദ്യം നമുക്കൊരു ഫ്രണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, അതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ ഒരു എൻ ടൈപ്പ് ലെയർ വരുന്നുണ്ട്, ദെൻ ഒരു ഡിപ്ലീഷൻ സോൺ, ദെൻ ഒരു പി ടൈപ്പ് വരുന്നുണ്ട്, ഒരു ബാക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. അപ്പൊ രണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകൾ വരുന്നുണ്ട്. അതിന് ബിറ്റ്വീൻ ആയിട്ട് ഒരു എൻ ടൈപ്പ് വരുന്നുണ്ട്, ഒരു പി ടൈപ്പ്, അതിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഡിപ്ലീഷൻ ലെയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ഇലക്ട്രോൺ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരു ഹോൾസും ഉണ്ടാകും, അല്ലെ? അതായത് ഒരു ഫോട്ടോൺ അബ്സോർബ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പാക്കറ്റ് ഓഫ്, അല്ലെ, ലൈറ്റിന്റെ ചെറിയ ചെറിയ പാക്കറ്റ്സിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോൺസ് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ലെയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൽ നമുക്കിത് വന്ന് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ ക്രിയേറ്റ് ആവുകയും ഇലക്ട്രോണുകൾ ഇവിടേക്കും ആ ഹോൾസ് ഇവിടേക്കും വരുന്നുണ്ട്. എഗെയിൻ ഇവിടെ നമുക്ക് എന്താണ്? ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഫ്ലോസ് എങ്ങനെ വരുന്നത്? അതായത് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഫോട്ടോണിനെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോണും ഹോൾസും ആവുകയാണ്. ഈ ഇലക്ട്രോൺസ് ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ്മെന്റ് വരുന്നുണ്ട്. ഇതാണ് ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അതിന് വരുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അറ്റ് മാക്സിമം 5 വോൾട്ടേജ് വരെ വരുന്നത്. ഓക്കെ, എന്നാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പവർ പോയിന്റ്, അതായത് MPP. നമുക്ക് മാക്സിമം പവർ ഏതൊരു പോയിന്റിലാണോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ മാക്സിമം പവർ പോയിന്റ് MPP എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. അതായത് ഇവിടെ എനിക്ക് കറന്റ് മാക്സിമം ആണ്, അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ് ഷോർട്ട് സർക്യൂട്ട് കറന്റിൽ, അല്ലെ? ഷോർട്ട് സർക്യൂട്ടിൽ. ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ എനിക്ക് മാക്സിമം വോൾട്ടേജ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ കറന്റ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കറന്റും വോൾട്ടേജും മാക്സിമം ആയിട്ട് വരുന്ന, അതായത് മാക്സിമം പവർ കിട്ടുന്ന, അല്ലെ, നമുക്ക് മാക്സിമം പവർ കിട്ടുന്ന ആ ഒരു ഏരിയയാണ് മാക്സിമം പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്താണ്? എനിക്ക് വോൾട്ടേജും എത്രയുണ്ട്? 17 വരുന്നുണ്ട്, കറന്റ് ഏകദേശം 4 വരുന്നുണ്ട്. അപ്പൊ 4 into 7 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 28 വരുന്നുണ്ട്. സോ മാക്സിമം എനിക്ക് 28 ഇവിടെ പവർ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പവർ മിനിമം ആകും, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ മിനിമം ആണ്. അപ്പൊ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലാണോ നമുക്ക് മാക്സിമം പവർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോയിന്റിനെയാണ് MPP എന്ന് പറയുന്നത്, അതായത് മാക്സിമം പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി ക്ലോസ് ടു 1.5 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടായിരിക്കണം. ആ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതലായിട്ട് സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? സിലിക്കൺ യൂസ് ചെയ്യുന്നുണ്ട്, GIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CDTE എന്ന് പറയുന്നത് കാഡ്മിയം ടെല്യൂറൈഡ് ആണ്. ദെൻ CuLnSe
2 അതൊക്കെ ഇത് ഒരു ബ്രാക്കറ്റ് ഇട്ട് അതെന്താണ് അതിന്റെ പേര് കോപ്പർ ഇൻഡിയം സെലനൈഡ് ഓക്കെ സെലനൈഡ് ഇതാണ് നമുക്ക് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് ക്രൈറ്റീരിയകൾ നമ്മൾ നോക്കണം നമ്മൾ പറഞ്ഞു ആ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി ക്ലോസ് ടു 1.5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എത്ര വേണം 1 ഇലക്ട്രോൺ വോൾട്ട് ടു 1.8 വരണം അതുപോലെ തന്നെ ഹൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ഉണ്ടാകണം അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ആ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മസ്റ്റ് ബി അവൈലബിൾ ഇൻ അബണ്ടൻസ് നമുക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതേപോലെ തന്നെ കോസ്റ്റ് വൈസ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം അല്ലാതെ ഒരുപാട് ഹൈലി കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ സോ ദീസ് ആർ സം ക്രൈറ്റീരിയസ് ഫോർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ഇൻ ദി സോളാർ സെൽ ഇനി നമുക്ക് സോളാർ സെല്ലിന്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും നോക്കാം സോളാർ സെല്ലിൽ നമുക്കറിയാം ദർ ഇസ് നോ പൊല്യൂഷൻ അല്ലെ നമുക്ക് ലോങ് ടൈം യൂസ് ആണത് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് ഓക്കെ ആ ഒരു ഇൻസ്റ്റലേഷനിൽ വരുന്ന ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഹയർ ആയിരിക്കും അതേപോലെ തന്നെ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മൾ വേറെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നോക്കുമ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും അതേപോലെ ക്ലൗഡി ഡേ നമുക്ക് നല്ല ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ പാനലൊക്കെ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതേസമയം ഇപ്പോൾ ക്ലൗഡി ഡേയോ അല്ലെങ്കിൽ നൈറ്റ് സമയങ്ങളിലൊന്നും നമുക്ക് ഈ പറയുന്ന സോളാർ എനർജി യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന മെയിൻ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ സോളാർ ജനറേഷൻ സിസ്റ്റം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കുറെ ലാർജ് ചാർജ് ബാറ്ററീസ് അതായത് ബാറ്ററികൾ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് മീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് പവർ കാൽക്കുലേറ്റേഴ്സ് റിസ്റ്റ് വാച്ചസ് അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റ് പ്രൊവൈഡ് ഇലക്ട്രിക്കൽ എനർജി അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന സോളാർ ജനറേഷൻ സിസ്റ്റത്തിൽ ഉള്ളത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു സെൽ എന്താണ് മൊഡ്യൂൾ എന്താണ് പാനൽ എന്താണ് അറേ എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഒരു സെല്ലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു സെൽ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ് വർക്കിംഗ് എന്താണ് നമുക്ക് നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു സെല്ലിൽ നിന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു ഏകദേശം 0.5 തൊട്ട് 0.6 വരെയുള്ള വോൾട്ടേജ് ആണ് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സോളാർ സെല്ലുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു പേര് അതിനെയാണ് പറയുന്നത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ നമ്പർ ഓഫ് ഫോട്ടോ വോൾട്ടായിക് സെൽസിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് സോളാർ സെല്ലുകളെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നമ്പർ ഓഫ് സെൽസ് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്പർ ഓഫ് വോൾട്ടേജ് ഇവിടെ നമുക്ക് കൂടും അല്ലെ അടുത്തത് പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഒരു മൊഡ്യൂൾ അല്ല നമ്പർ ഓഫ് മൊഡ്യൂൾസിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു പാനൽ കിട്ടുന്നുണ്ട് ഓക്കെ ഒരു മൊഡ്യൂളിന് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നോ അല്ലെങ്കിൽ അധികം നമ്പർ ഓഫ് മൊഡ്യൂളുകളെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പാനൽ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഈ നമ്പർ ഓഫ് പാനലുകൾ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും അറേ കിട്ടും അറേ ഓക്കെ അപ്പൊ നമുക്ക് ഫൈനലി നമുക്ക് ഒബ്റ്റൈൻ ചെയ്യുന്ന വോൾട്ടേജിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് റിക്വയർ ആയിട്ടുള്ള രീതിയിൽ കിട്ടും അല്ലെ അപ്പൊ നോക്കൂ ഇതിലുള്ള ഓരോ ഈ ഒരു ഷോർട്ട് കണ്ടില്ലേ ഓരോ ഡോട്ടായിട്ട് കാണുന്നതുമാണ് ഓരോ സെൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സെല്ലിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ മാത്രം നമുക്ക് എത്ര സെല്ലുകൾ വരുന്നുണ്ട് നോക്കൂ അതേപോലെ എത്ര സെല്ലുകളാണ് അല്ലെങ്കിൽ എത്ര മൊഡ്യൂളുകൾ അല്ലെങ്കിൽ എത്ര പാനലുകളാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് നമുക്ക് അതിന് ഫൈനൽ ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാനുള്ള ടോപ്പിക്കുകൾ അപ്പൊ നമ്മൾ നോക്കിയത് സെൽസ് ആൻഡ് ബാറ്ററീസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല ടൈപ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഹൈഡ്രോമീറ്റർ എന്താണെന്ന് നോക്കി റെഗുലേറ്റഡ് പവർ സപ്ലൈസ് നോക്കിയിട്ടുണ്ട് വോൾട്ടേജ് റെഗുലേഷൻ സെനർ വോൾട്ടേജ് റെഗുലേഷൻ പിന്നെ വോൾട്ടേജ് റെഗുലേഷൻ ഐസിസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട് ദെൻ റെക്ടിഫയേഴ്സ് ഫിൽറ്റേഴ്സ് പിന്നെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഇൻവെർട്ടേഴ്സ് UPS സോളാർ പവർ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് അപ്പോൾ 5 മാർക്കാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ താങ്ക് യു